ബോളിവുഡിന്റെ ലേഡി സൂപ്പർ സ്റ്റാറുകളിലായിരുന്ന ശ്രീദേവിക്കും രേഖയ്ക്കും കോസ്മെറ്റിക് ബ്യൂട്ടികൾ എന്ന വിശേഷണം പരസ്യമായി ചാർത്തിക്കൊടുക്കാൻ ഒരാളെ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. മമത കുൽക്കർണി, മനീഷ കൊയ്രാള, ഊർമിള മഡോണ്ട്കർ തുടങ്ങി മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ച നടിമാരെ പോലും പരസ്യ വിമർശനങ്ങളിലൂടെ അസ്വസ്ഥരാക്കിയ ചരിത്രമാണ് മമതയ്ക്കുള്ളത്. ഹിന്ദി കൂടാതെ ചന്ദമാമ എന്ന മലയാള സിനിമയിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ബോൾഡായ ടോപ്ലെസ് ചിത്രങ്ങൾക്ക് പോലും പോസ്റ്റ് ചെയ്ത് ബോളിവുഡിന്റെ ഗ്ലാമർ ക്യൂനായി കുറച്ചു കാലം വിലസി മമതയുടെ വിലാസം ഇപ്പോൾ നടി എന്നോ മോഡൽ എന്നോ അല്ല, സന്യാസിനി എന്നാണ്. പ്രായഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ സന്യാസി ദീക്ഷ സ്വീകരിച്ച മമത കുൽക്കർണി തന്റെ പേര് മായി മമത നന്ദഗിരി എന്ന് മാറ്റുകയും ചെയ്തു. കിന്നർ അഖാരയിൽ മമത സന്യാസം സ്വീകരിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വിവാദ പരാമർശമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ബോളിവുഡ് അണിയറക്കാരുടെ വെറുപ്പ് ഏറ്റുവാങ്ങിയ മമത തിളങ്ങി നിന്ന കാലത്ത് തന്നെ സിനിമയിൽ നിന്ന് ഔട്ടായിരുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ബംഗാളിയിലുമെല്ലാം അഭിനയിച്ച ശേഷമായിരുന്നു ഇത്. കരൺ അർജുൻ, സബ്സെ ബഡ ബിലാഡി തുടങ്ങി വമ്പൻ ഹിറ്റുകളുടെ അവരുടെ ക്രെഡിറ്റിലുണ്ട്. പിന്നീട് 25 വർഷത്തോളം ദീർഘിച്ച വിദേശവാസത്തിന് ശേഷം 52-ാം വയസ്സിലാണ് ഇപ്പോൾ ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായണ ത്രിപാഠിയെ കണ്ട് അനുഗ്രഹം വാങ്ങി സ്വാധിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി താൻ തപസ്സിലായിരുന്നുവെന്നും മമത അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടെ മഹാമണ്ഡലേശ്വരന്റെ സന്യാസ പരീക്ഷകളെല്ലാം പാസ്സായെന്നും പറയുന്നു. താൻ ദീക്ഷ സ്വീകരിച്ചതിനാൽ മറ്റു പല സന്യാസിമാർക്കും അതുപോലെ തന്റെ ആരാധകർക്കും രോഷമുണ്ടെന്നാണ് മമതയുടെ വാദം. പക്ഷേ താൻ അതൊന്നും കാര്യമാക്കുന്നില്ലെന്നും അവർ പറയുന്നു.